മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കോടതിയിൽ പ്രതാപനെയും വാമദേവനെയും നല്ല രീതിക്ക് തന്നെ ചോദ്യം ചെയ്യുകയാണ് കണ്ണൻ. അങ്ങനെ കണ്ണൻ്റെ ചോദ്യങ്ങൾക്ക് മുന്നിൽ പ്രതാപനും വാമദേവനും ആകെ പതറിപ്പോകുന്നുണ്ട്. ആക്സിഡൻറ്റ് നടന്നപ്പോൾ ഉണ്ടായിട്ടുള്ള സംഭവങ്ങളെല്ലാം തന്നെ കണ്ണനാണെങ്കിൽ അവിടെ പറയുന്നുണ്ട്. ഇത് കേട്ട് ആകെ വല്ലാത്തൊരവസ്ഥയിൽ തന്നെ നിൽക്കുകയാണ് പ്രതാപനും വാമദേവനും. എന്നിട്ട് കാര്യങ്ങളെല്ലാം പറയുന്ന സമയത്ത് പ്രതാപനോടായിട്ട് ഇനിയെങ്കിലും തന്നെ കൊണ്ട് സത്യം ഞാൻ പറയിപ്പിക്കുമെന്നെല്ലാം പറഞ്ഞുകൊണ്ട് പ്രതാപനോടായിട്ട് ഓരോ കാര്യങ്ങളായിട്ട് ചോദിക്കുന്നു. പ്രതാപനെ ചികിത്സിച്ചിട്ടുള്ള ഡോക്ടറുടെ കാര്യങ്ങളെല്ലാം തന്നെ കണ്ണൻ അവിടെ ചോദിക്കുന്നു. ഡോക്ടർ ശർമ്മ എന്നാണ് അയാളുടെ പേരെന്നെല്ലാം പ്രതാപൻ പറയുന്നുണ്ട്. അതേസമയം ദുർഗയാണെങ്കിൽ ഉണ്ണിയോട് ചോദിക്കുന്നുണ്ട്, പ്രതാപനാണ് മോൻ്റെ അച്ഛനെ കൊന്നതെന്ന് ചോദിക്കുമ്പോൾ ഉണ്ണി പറയുന്നുണ്ട്, അതറിയില്ലല്ലോ അമ്മ, അയാൾ അത് സമ്മതിച്ചിട്ടില്ലല്ലോ എന്നെല്ലാം ഉണ്ണി പറയുന്നത് കേട്ട് ആകെ സങ്കടപ്പെട്ട് തന്നെ ഇരിക്കുകയാണ് ദുർഗ. തൻ്റെ കണ്ണിൻ്റെ മുന്നിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം സത്യം തന്നെയാണോ എന്നുള്ള ഞെട്ടലിൽ തന്നെയാണ് ദുർഗയും ഉണ്ണിയും ഇരിക്കുന്നത്. പിന്നീട് കണ്ണൻ പ്രതാപനോടായിട്ട് പറയുന്നുണ്ട്, തന്നെ ചികിത്സയിൽ ഇരുന്ന സമയത്ത് ഡോക്ടർ ശർമ്മ വെളിപ്പെടുത്തിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാനിവിടെ ബോധിപ്പിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് കോടതിയുടെ മുമ്പാകെ അതെല്ലാം ബോധിപ്പിക്കുകയാണ് കണ്ണൻ. ജഡ്ജിയാണെങ്കിൽ ശർമ്മയുടെ വെളിപ്പെടുത്തലുകളെല്ലാം തന്നെ വായിച്ചു നോക്കി മനസ്സിലാക്കുകയാണ്. വിശ്വനാഥനെ കൊല്ലാനായിട്ട് വാമദേവൻ കൊട്ടേഷൻ തന്നോ എന്നുള്ള കാര്യമെല്ലാം പ്രതാപനോട് ചോദിക്കുമ്പോൾ വാമദേവൻ പറയുന്നുണ്ട്, ഞാൻ ആർക്കും കൊട്ടേഷൻ കൊടുത്തിട്ടില്ല എന്ന് പറയുന്നു. അത് എനിക്ക് കേൾക്കേണ്ടത് പ്രതാപൻ്റെ വായിൽ നിന്നാണെന്നെല്ലാം പറയുമ്പോഴേക്കും പ്രതാപനാണെങ്കിൽ പിന്നീട് നടന്നിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഓർത്തെടുക്കുകയാണ്. മാർക്കോയും ലോപ്പസും കൂടെ പ്രതാപൻ്റെ വീട്ടിലെത്തുന്നുണ്ട്. മുത്തശ്ശിയും കരുണയും കോടതിയിലോട്ട് വരാനൊരുങ്ങുന്ന സമയത്ത് തന്നെയാണ് അവരവിടെ എത്തുന്നത്. എന്നിട്ട് മുത്തശ്ശിയോട് മാത്രം കോടതിയിലോട്ട് പോകാനായിട്ട് മാർക്കോ പറയുന്നുണ്ട്. അതനുസരിക്കാത്ത മുത്തശ്ശിയോടായിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ പോയിട്ട് നടന്ന സത്യങ്ങളെല്ലാം തന്നെ കോടതിയിൽ വിളിച്ച് പറയുകയും ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങളുടെ മോളുടെ ഇനി ഒരിക്കലും ജീവനോടെ കാണാൻ സാധിക്കില്ല എന്ന് അയാളോട് പറയണമെന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, എൻ്റെ മോളെ ഒന്നും ചെയ്യല്ലേ മാർക്കോ, ഞാൻ എല്ലാം മാർക്കോ പറയുന്നത് പോലെ തന്നെ ചെയ്തോളാം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരയാണ് മാർക്കോയുടെ മുന്നിൽ. അയാൾക്ക് ജാമ്യം കിട്ടിയെന്നാണ് കണ്ണൻ സാർ എന്നോട് വിളിച്ചു പറയുന്നതെങ്കിൽ നിങ്ങളുടെ മോളുടെ ഒരു പൊടി പോലും ഇവിടെ കാണില്ല എന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, അയ്യോ എൻ്റെ മോളെ ഒന്നും ചെയ്യല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് മാർക്കോയുടെ മുന്നിൽ പൊട്ടിക്കരയുന്നു. അപ്പോഴേക്കും ലോപ്പസ് പറയുന്നുണ്ട്, ഞങ്ങൾ ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്നേരവും നിങ്ങളുടെ മകളുടെ ജീവൻ നഷ്ടപ്പെടുമെന്നെല്ലാം പറഞ്ഞ് മുത്തശ്ശിയെ ഭയപ്പെടുത്തുന്നുണ്ട്. ഈ കാര്യങ്ങളെല്ലാം തന്നെ മുത്തശ്ശിയാണെങ്കിൽ പ്രതാപനോടായിട്ട് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് മുത്തശ്ശിയുടെ നോട്ടത്തിൽ തന്നെ പ്രതാപന കാര്യങ്ങളെല്ലാം തന്നെ മനസ്സിലാകുന്നു. അങ്ങനെ പ്രതാപനാണെങ്കിൽ ആ സത്യങ്ങളെല്ലാം തന്നെ വിളിച്ചു പറയുന്നു, എനിക്ക് വാമദേവൻ കൊട്ടേഷൻ തന്നിരുന്നുവെന്നും അത് മേടിച്ചിട്ടാണ് ഞാൻ വിശ്വനാഥനെ കൊന്നതെന്നുള്ള സത്യങ്ങളെല്ലാം തന്നെ കോടതിയിൽ വെളിപ്പെടുത്തുന്നുണ്ട്. അതേസമയം അങ്ങനെ കോടതി അവർക്ക് ജാമ്യം നിഷേധിക്കുകയാണ്. ഇത് കേട്ട് ആകെ ഞെട്ടലോടെ നിൽക്കുകയാണ് വാമദേവൻ. അങ്ങനെ വാമദേവനും പ്രതാപനെയും തിരിച്ച് റിമാൻഡ് ചെയ്ത് ജയിലിലോട്ട് തന്നെ കൊണ്ടുപോവുകയാണ്. ഇതെല്ലാം വളരെ ദേഷ്യത്തോടു കൂടി തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് ദുർഗയും ഉണ്ണിയും. അവരെ കോടതിയുടെ പുറത്തോട്ട് കൊണ്ടുവരുന്നത് കണ്ട ദുർഗയാണെങ്കിൽ ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെ, നീ എൻ്റെ വിശ്വനാഥനെ കൊന്നല്ലടാ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് വാമദേവൻ്റെ കഴുത്തിൽ കയറി പിടിക്കുന്നുണ്ട്. നിങ്ങൾ രണ്ടുപേരും ഒരിക്കലും നന്നാവില്ലെന്ന് പറഞ്ഞുകൊണ്ട് ദുർഗയാണെങ്കിൽ അവരെ ശാപം കൊണ്ട് പൊതിയുകയാണ്. അതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുകയാണ് കണ്ണനാണെങ്കിൽ ദേഷ്യം കൊണ്ട് തന്നെ വിറയ്ക്കുന്നുണ്ട്. കാരണം തൻ്റെ അച്ഛനെ കൊന്ന കൊലയാളികളെ ഈ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ പറ്റിയതിൽ വളരെ സംതൃപ്തനായിക്കൊണ്ട് തന്നെ കണ്ണൻ അവിടെ നിൽക്കുന്നു. നിങ്ങളെല്ലാം എന്ത് മനുഷ്യരാണെന്നെല്ലാം പറഞ്ഞുകൊണ്ട് ദുർഗയ്ക്കാണെങ്കിൽ സങ്കടം സഹിക്കാനായിട്ട് കഴിയുന്നില്ല. അങ്ങനെ വാമദേവൻ്റെ നേരെ പലതരത്തിലും ദുർഗ ദേഷ്യപ്പെടുന്നുണ്ടെങ്കിലും ദുർഗയ്ക്കാണെങ്കിൽ നിയന്ത്രണം വിട്ടുപോയിക്കൊണ്ട് തന്നെ മുത്തശ്ശിയുടെ നേരെ തിരിയുന്നുണ്ട്. ഇതിനെല്ലാം കൂട്ടുനിന്ന് നിങ്ങൾ ഒരിക്കലും നന്നാവില്ല, നിങ്ങളുടെ വാർദ്ധക്യം അത്രയ്ക്കും വേദനാജനകമായിരിക്കുമെന്നെല്ലാം പറഞ്ഞുകൊണ്ട് ദുർഗയാണെങ്കിൽ മുത്തശ്ശിയെയും ശപിക്കുന്നുണ്ട്. ഇത് കേട്ട് ആകെ സങ്കടപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന മുത്തശ്ശിയാണ് കാണിക്കുന്നത്. ദുർഗയെന്ന് വിളിച്ച് കരയാൻ ശ്രമിക്കുമ്പോഴേക്കും ദുർഗ പറയുന്നുണ്ട്, നിങ്ങൾ ഇനി എൻ്റെ മുന്നിൽ കരയേണ്ട ആവശ്യമില്ല, നിങ്ങളുടെ കൊച്ചുമകളെ ഞങ്ങളുടെ വീട്ടിലോട്ട് ഇനി വേണ്ട, എൻ്റെ മോൻ ഇനി ഒരിക്കലും അവളെ ജീവിതത്തിലോട്ട് കൊണ്ടുവരില്ല, ഇനി അവളെ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ വിശ്വേട്ടൻ എന്നോടും എൻ്റെ മോനോടും ക്ഷമിക്കില്ല എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ദുർഗയാണെങ്കിൽ പൊട്ടി കരയാണ്. ഇതെല്ലാം കണ്ടുകൊണ്ട് വളരെ വിഷമത്തിൽ നിൽക്കുകയാണ് വാമദേവനും പ്രതാപനും. അങ്ങനെ വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു എപ്പിസോഡുകളാണ് ഇനി വരാനിരിക്കുന്നത്. ഈ റിവ്യൂ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പുതിയൊരു എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം.